ഡോക്ടർ, എനിക്ക് തലവേദന തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങളായി എന്ന് പറഞ്ഞു വരുന്ന നിരവധി രോഗികളുണ്ട്. അവർ പറയും എനിക്ക് മൈഗ്രെയിൻ ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഞാൻ ന്യൂറോളജിസ്റ്റിനെ കണ്ടു, ENT കണ്ടു, പിന്നെ യോഗ, എക്സസൈസ് എല്ലാം ചെയ്തു നോക്കി. പക്ഷേ ഈ തലവേദന ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ, ചിലപ്പോൾ മന്ത്ലി വൺസ് ആയിരിക്കും, ചിലപ്പോൾ വീക്ക്ലി വൺസ് ആയിരിക്കും. ഈ തലവേദന നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. നമ്മുടെ സാധാരണ ജീവിതം, പ്രൊഫഷണൽസിനാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും പരീക്ഷാ സമയത്ത് തലവേദന വരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്, ഇൻ്റർവ്യൂ, അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സ് കൂടിയ വരുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തലവേദന വരും. അപ്പോൾ ഈ തലവേദന വിട്ടുമാറാത്ത വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, തലവേദന നമുക്ക് വാസ്കുലർ ഹെഡേക്ക് ആണോ, അത് മൈഗ്രെയിൻ ആണോ, അത് സൈനസൈറ്റിസ് ആണോ, അത് തലയിൽ നമുക്ക് എന്തെങ്കിലും ട്യൂമറാണോ, നമുക്കത് CT സ്കാൻ ചെയ്യേണ്ടതുണ്ടോ. അങ്ങനെ നമ്മുടെ ഉത്കണ്ഠയും ഭീതിയും കൂടുകയും, പക്ഷേ അത് നിരന്തരമായി ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ തലവേദന കൂടുന്തോറും നമ്മളിത് മാരകമാണോ, മാലിഗ്നൻ്റ് ആണോ എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ പല സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് പോലും ഈ തലവേദന മാറുന്നില്ല. പലപ്പോഴും ഈ തലവേദനയുടെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പ്ലെയിനിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ, സാധാരണ ചിലർക്ക് വെയിൽ കൊണ്ട തലവേദന വരും, ഉറക്കുളച്ച തലവേദന വരും. അതുകൂടാതെ നമ്മൾ ഫാസ്റ്റിങ്, നമ്മൾ ടൈമിൽ ഫുഡ് കഴിക്കാതിരിക്കുക, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എക്സാം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ വന്നാലും തലവേദന വരാം. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് മൈഗ്രെയിൻ ആണെങ്കിൽ ഇത് വാസ്കുലർ ഹെഡേക്കിൽ നിന്നും സാധാരണ സൈനസൈറ്റിസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മൈഗ്രെയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും വരുന്നത്. ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും, അല്ലെങ്കിൽ നൂൺ ടൈമിലായിരിക്കും. വന്നാൽ നമുക്ക് ഛർദ്ദിച്ചാൽ ഓക്കാനും വന്നുകൊണ്ടിരിക്കും, ഛർദ്ദിക്കണം എന്നുള്ളത്. പിന്നെ ഛർദ്ദിച്ച് പോകുന്നവരെ അതിശക്തമായ തലവേദന ആയിരിക്കും. പെയിൻ കില്ലറൊന്നും കഴിച്ചാൽ മാറില്ല. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഛർദ്ദിച്ചു, 2-3 പ്രാവശ്യമൊക്കെ ഛർദ്ദിച്ച് ചെയ്യുമ്പോൾ ഒരു ആശ്വാസമായി. ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് രോഗി കട്ടിലിൽ പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആരോടും മിണ്ടാതെ കുറേ നേരം കിടന്ന് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ തലവേദന കുറയുന്നു. ഇത് വീണ്ടും നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പീരിയഡ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ തലവേദന വരാം. അപ്പോൾ പലപ്പോഴും ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ബ്ലഡ് നോക്കിയാലും സ്കാൻ ചെയ്ത് നോക്കിയാലും നമുക്ക് വെരി നോർമലാണ്, തലയ്ക്ക് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, പക്ഷേ തലവേദന മാറുന്നില്ല. അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മളൊരു സൈക്കോസൊമാറ്റിക് ലെവലിൽ ഒരു വ്യക്തിയാധിഷ്ഠിതമായ ചികിത്സ എന്നുള്ള രീതിയിൽ ഹോളിസ്റ്റിക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഒരു വ്യക്തിയുടെ എന്താണ് ആ തലവേദനയ്ക്ക് പിന്നിലുള്ള പ്രശ്നം, അത് ഉത്കണ്ഠയാണോ, ഭീതിയാണോ, അല്ലെങ്കിൽ ഉറക്കക്കുറവാണോ, സ്ട്രെസ്സാണോ, ഫിയറാണോ, എന്താണേലും ഇങ്ങനെയുള്ള കാരണങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഹോളിസ്റ്റിക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിലൂടെ 100% ആയിട്ട് മാറ്റാവുന്ന രോഗമാണ് മൈഗ്രെയിൻ.